ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സാധാരണക്കാർക്കായി സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും വലിയ സമ്പാദ്യ പദ്ധതിയായ പ്രധാനമന്ത്രി ജൻധൻ യോജനയെക്കുറിച്ചാണ്. 2026 ഈ പദ്ധതിയിൽ എന്തൊക്കെ പുതിയ മാറ്റങ്ങൾ വന്നുവെന്നും ഇതുവരെ അക്കൗണ്ട് എടുക്കാത്തവർക്ക് എങ്ങനെ ഇത് പ്രയോജനപ്പെടുത്താമെന്നും കൃത്യമായി പറഞ്ഞുതരാം. വീഡിയോ മുഴുവനായി കാണണം. പലരും വിചാരിക്കുന്നത് ഇതൊരു വെറും സീറോ ബാലൻസ് അക്കൗണ്ട് മാത്രമാണെന്നാണ്. എന്നാൽ അതല്ല സത്യം. ഇതിലൂടെ നിങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയും ഓവർഡ്രാഫ്റ്റ് സൗകര്യവും സർക്കാർ നൽകുന്ന പെൻഷൻ പദ്ധതികളിലേക്കുള്ള എളുപ്പവഴിയും ലഭിക്കും. അക്കൗണ്ട് എടുക്കാൻ നിങ്ങൾ ബാങ്കിൽ പോകണമെന്നില്ല. അടുത്തുള്ള അക്ഷയ കേന്ദ്രം വഴിയോ ബാങ്ക് മിത്രങ്ങൾ വഴിയോ ഇത് ചെയ്യാൻ സാധിക്കും. ആദ്യം തന്നെ ഇതിന്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, ഈ അക്കൗണ്ടിൽ പണമില്ലെങ്കിലും നിങ്ങൾക്ക് ഫൈൻ അടയ്ക്കേണ്ടി വരില്ല. അതായത് മിനിമം ബാലൻസ് വേണ്ട എന്ന് ചുരുക്കം. രണ്ടാമതായി, അക്കൗണ്ട് എടുക്കുന്നവർക്ക് സൗജന്യമായി റൂപേ ഡെബിറ്റ് കാർഡ് ലഭിക്കും. ഈ കാർഡ് കയ്യിലുണ്ടെങ്കിൽ 2 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കും. കൂടാതെ 30,000 രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷയും ഇതിലുണ്ടെന്ന് അധികൃതർ പറയുന്നു. മറ്റൊരു വലിയ ഗുണം ഓവർഡ്രാഫ്റ്റ് സൗകര്യമാണ്. അക്കൗണ്ട് ആരംഭിച്ച് 6 മാസം കൃത്യമായി ഇടപാടുകൾ നടത്തിയാൽ നിങ്ങൾക്ക് 10,000 രൂപ വരെ ബാങ്കിൽ നിന്ന് മുൻകൂറായി എടുക്കാം. നിങ്ങളുടെ അക്കൗണ്ടിൽ പണമില്ലെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഈ തുക ഉപയോഗിക്കാം. സാധാരണ പലിശയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഇത് തിരിച്ചടച്ചാൽ മതിയാകും. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. അപേക്ഷിക്കാൻ വലിയ നൂലാമാലകളൊന്നുമില്ല. നിങ്ങളുടെ ആധാർ കാർഡും 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും മാത്രം മതി. ആധാർ കാർഡ് നിലവിലെ അഡ്രസ് ഉണ്ടെങ്കിൽ വേറെ രേഖകളൊന്നും ആവശ്യമില്ല. ഇനി ആധാർ കാർഡ് ഇല്ലെങ്കിൽ വോട്ടർ ID, തൊഴിലുറപ്പ് കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാനും സാധിക്കും. ബാങ്കിൽ പോയി ജൻധൻ അക്കൗണ്ട് തുടങ്ങാനുള്ള ഫോം ചോദിച്ചു വാങ്ങുക. പേര്, അച്ഛൻ്റെ പേര്, വിലാസം, നോമിനിയുടെ പേര് എന്നിവ കൃത്യമായി പൂരിപ്പിക്കുക. ഒപ്പിടാൻ അറിയാത്തവർക്ക് വിരലടയാളം പതിപ്പിക്കാം. ഫോം പൂരിപ്പിച്ചു നൽകിയാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് പാസ്ബുക്കും റൂപേ കാർഡും ലഭിക്കും. അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ATM കാർഡ് 3 മാസത്തിലൊരിക്കലെങ്കിലും ഉപയോഗിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ അപകട ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കൂ. അതുപോലെ നിങ്ങളുടെ രഹസ്യ നമ്പറായ PIN ആരോടും പറയരുത്. ബാങ്ക് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞ് വിളിച്ചാൽ പോലും OTP നമ്പറുകൾ പങ്കുവെക്കരുത്. പലർക്കും പറ്റുന്ന ഒരു തെറ്റാണ് ഒന്നിലധികം ജൻധൻ അക്കൗണ്ടുകൾ തുടങ്ങുന്നത്. ഒരാൾക്ക് ഒരു അക്കൗണ്ട് മാത്രമേ പാടുള്ളൂ. നിലവിൽ നിങ്ങൾക്കൊരു സാധാരണ സേവിങ്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ജൻധൻ അക്കൗണ്ടിലേക്ക് മാറ്റാനും സാധിക്കും. ഇതിനായി ബാങ്കിൽ പോയി ഒരു അപേക്ഷ നൽകിയാൽ മതി. അതുപോലെ ഗ്യാസ് സബ്സിഡി, കർഷക പെൻഷൻ, മറ്റ് സർക്കാർ സഹായങ്ങൾ എന്നിവ നേരിട്ട് ഈ അക്കൗണ്ടിലേക്ക് എത്തും. അതുകൊണ്ട് ആധാർ നമ്പറുമായി അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. K-Smart പോലുള്ള ഓൺലൈൻ സേവനങ്ങൾ ഉപയോഗിക്കുന്നവർക്കും ഈ അക്കൗണ്ട് ലിങ്ക് ചെയ്യുന്നത് ഭാവിയിൽ ഉപകരിക്കും. ചുരുക്കത്തിൽ പണം സമ്പാദിക്കാൻ മാത്രമല്ല, സുരക്ഷിതമായ ഒരു ഭാവിക്ക് വേണ്ടി കൂടിയാണ് ഈ അക്കൗണ്ട്. ഇൻഷുറൻസ് തുകകൾക്കും മറ്റും അർഹതയുണ്ടോ എന്ന് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ ബാങ്ക് ശാഖയിലോ ചോദിച്ച് മനസ്സിലാക്കുക. അപേക്ഷ ഫീസ് ഈടാക്കുന്നില്ല എന്നതും ശ്രദ്ധിക്കണം. അവസാനമായി ഒരു കാര്യം, ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾക്കും ക്ലെയിമുകൾക്കും കൃത്യമായ സമയപരിധിയുണ്ട്. അതുകൊണ്ട് രേഖകൾ കൃത്യമായി സൂക്ഷിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഔദ്യോഗിക പോർട്ടലായ pmjdy.government.in വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. സംശയങ്ങൾ കമന്റായി ചോദിക്കാം.